ഹലോ, ഞാനൊരു തൈറോയ്ഡ് പേഷ്യൻ്റാണ്. എനിക്ക് തൈറോയ്ഡും കൊണ്ട് വന്നേക്കണ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാട്ടോ ഞാനീ പറയുന്നത്. ഇതുപോലെ ആരെങ്കിലും നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് കുറേ മണ്ടത്തരങ്ങളൊക്കെ ഒഴിവാക്കായിരുന്നു. കുറേ ബുദ്ധിമുട്ടുകളും എനിക്ക് സഹിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ഇതങ്ങനെയുള്ളവർക്ക് ഹെൽപ്പാവട്ടെ എന്ന് കരുതി എൻ്റെ തൈറോയ്ഡിൻ്റെ ഞാനൊരു 25 വയസ്സായപ്പോൾ തുടങ്ങി ഞാനിത് അനുഭവിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു 42 വയസ്സായിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഈ കാലഘട്ടത്തിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളാട്ടോ ഞാൻ ഈ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു അബോർഷനും നടന്നിട്ടുണ്ട്. അബോർഷന് ഇതായിരുന്നു കാരണം. അതറിയില്ലായിരുന്നു. അന്നേരം ഞാൻ തൈറോയ്ഡ് നോക്കിയിട്ടുണ്ടായില്ല. പിന്നെ തൈറോയ്ഡൊക്കെ നോർമലായി പിന്നെയാണ് സെക്കൻഡ് ബേബി ഉണ്ടായത്. ഞാൻ ആദ്യമൊക്കെ 6 മാസം എത്തുമ്പോൾ തൈറോയ്ഡ് നോക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഇതൊരു ശീലമായി കഴിയുമ്പോൾ നമുക്കൊരു അത്ര അങ്ങോട്ട് പേടി തോന്നില്ല. പിന്നെ എന്തെങ്കിലും തൊണ്ടയുടെ അവിടെ കുറച്ച് ഇങ്ങനെ നീർവീക്കം പോലെ വരും, അല്ലാതെ നമുക്ക് വിങ്ങൽ പോലെ വരിക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എനിക്ക് മുഴയുണ്ടാകുന്നൊരു പേടിയായി. ഇനി വല്ല ക്യാൻസറസ് ഒക്കെ ആയാലോ എന്നുള്ളൊരു പേടി. പിന്നെ നമുക്ക് ഉള്ളൊരു അസ്വസ്ഥയാട്ടോ, ഭയങ്കര പേടിയായിരിക്കും. എവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ചിന്തിക്കണത് ഹൈ ലെവലിലായിരിക്കും. നേരെ പോണത് ക്യാൻസറിലേക്കൊക്കെ ആയിരിക്കും പോകണത് നമ്മുടെ ചിന്ത. അപ്പോൾ ഞാൻ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു. എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ വന്നപ്പോൾ പിന്നെ സ്കാനും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും കുഴപ്പമൊന്നുണ്ടായില്ല. പിന്നെ എനിക്ക് മരുന്ന് കഴിച്ച് കുറേ നാൾ കഴിയുമ്പോൾ പിന്നെയും കൂടുന്നുണ്ടായിരുന്നു തൈറോയ്ഡ്. അപ്പോൾ മരുന്ന് കൂട്ടി അങ്ങനെ കുറച്ച് കൂട്ടി അങ്ങനെയൊക്കെ കുറേ നാൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഞാനൊരു ഡോക്ടറെ തന്നെ കാണൂല. അതൊക്കെ ഞാൻ ചെയ്യുന്ന മണ്ടത്തരമാണ്. നമ്മളൊരു നല്ല ഡോക്ടറെ കാണുകയാണെങ്കിൽ ആ ഡോക്ടർ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡോക്ടർക്ക് അറിയാം നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് പുള്ളിക്കാരൻ അവർ തരുമായിരുന്നു. ഇത് ഞാൻ കുറച്ച് നാൾ ഹോമിയോ ആണ്, കുറച്ച് നാൾ ഇംഗ്ലീഷ് ആണ്, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പോയിക്കൊണ്ടിരുന്നത്. ഇത് ഞാൻ എൻ്റെ മോന് അലർജി ഉണ്ടായിരുന്നു. അവനെ കാണിക്കാൻ പോകുമ്പോൾ ഹോമിയോയിൽ കാണിക്കും. അങ്ങനെ എനിക്കായിട്ട് ഡോക്ടറെ പോലെ എനിക്ക് ഭയങ്കര കുറവാണ്. ബാക്കി എല്ലാ ബുദ്ധിമുട്ടും നമുക്ക് സഹിക്കാം. പക്ഷെ നമ്മൾ മെൻ്റലി ഒരു കുറച്ച് ആങ്സൈറ്റി അങ്ങനെ കാര്യങ്ങളൊക്കെ, ഡിപ്രഷൻ അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇത് എൻ്റെ 25 വയസ്സ് തുടങ്ങി 42 വയസ്സ് വരെയുള്ള സമയത്ത് എനിക്ക് 41 വയസ്സായപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നു. ആ ബുദ്ധിമുട്ടിലാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലായത്. എന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് എനിക്ക് പാനിക് അറ്റാക്ക്, ആങ്സൈറ്റി, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായേ ഇല്ല. നമ്മൾ ഫുൾ ബ്ലാങ്ക് ആയിട്ട് പോവുകയാണ്.